എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗ്രൂപ്പ് ഡി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ റെഗുലറായി ഈ ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമിനാണ്. അതായത് നമുക്കറിയാം ഒരുപാട് അവസരങ്ങളുമായിട്ടുമാണ് കമ്പനി ബോർഡ് LGS വരുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് ഞാൻ ഓരോ ഡേ ബൈ ഡേ, അതായത് ഞാൻ ഇന്നെന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്നെന്താണ് പഠിച്ചത് ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. അതായത് ജനുവരി ടു ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്താണ് തുടങ്ങുകയാണ് ജനുവരി ടു ജൂൺ വരെയുള്ള. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് വെച്ചൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് പറയുക. അപ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അതേ ഇതിൻ്റെ അകത്താണ് ഞാൻ നോർമലി പഠിക്കുന്ന അതേ ഫോളോയിൽ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഞാനൊരു പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിക്കുന്നത് ഇവിടെ കറണ്ട് അഫയേഴ്സിൽ 2025 ചാമ്പ്യൻസ് ട്രോഫി നടന്നിരുന്നു. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചത് ഇന്ത്യയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ്റെ എത്രാമത്തെ കിരീടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ാമത്തെ കിരീടമാണ്. ഏത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ്റെ 3ാമത്തെ കിരീടമാണ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. 2025 ചാമ്പ്യൻസ് ട്രോഫി ദുബായിൽ വെച്ച് നടന്നു. ഇന്ത്യക്ക് കിരീടം നേടി. എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് 2015 കേട്ടോ ഒരു കിരീടം നേടിയത്. 2015 അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ധോണിയൊക്കെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്താണത് ഒരു കിരീടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്കിത് മൈൻഡിൽ അവിടെ നിൽക്കും. അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫി ദുബായിൽ വെച്ച് നടന്നു. വേദി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായും പാകിസ്ഥാനാണ് വേദി. അതായത് ഈ പാകിസ്ഥാൻ ഇന്ത്യയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണെന്ത് വേദി ദുബായിലും പാകിസ്ഥാനിൽ വെച്ച് മത്സരങ്ങൾ നടന്നത്. ഇന്ത്യൻ്റെ മത്സരങ്ങളൊക്കെ ദുബായിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അതായത് ദുബായിലും പാകിസ്ഥാനിലും വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. ഫൈനൽ നടന്നത് ദുബായിൽ വെച്ചു. ഫൈനലിൽ ന്യൂസിലൻഡ് വെച്ചായിരുന്നു മത്സരം എന്ന് ഓർക്കുക. ഇന്ത്യ ഇതുവരെ 3 ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്. എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫീൻ്റെ ലെറ്റർ വരുന്ന സി അല്ലേ. അപ്പോൾ സി മീൻസ് 3 സി എന്ന് വെച്ചാൽ 3ാമത്തെ ലെറ്റർ അല്ലേ സി. അപ്പോൾ സി ABC 3ാമത്തെ അല്ലേ. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി രഞ്ജി ട്രോഫി ഇപ്രാവശ്യം വിൻ ചെയ്തത് വിബർബയാണ്. ഓക്കെ. അത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വിൻ ചെയ്തതിൻ്റെ വി അല്ലേ. അപ്പോൾ വിബർബ. ഓക്കെ. അപ്പോൾ വിബർബ ഫൈനലിൽ വന്നത് കേരള ആയിരുന്നു. അപ്പോൾ വിബർബ വിസസ് കേരളയായിരുന്നു മത്സരം എന്നോർക്കുക. ഓക്കെ. നമ്മുടെ കേരളയാണത് ഫൈനലിൽ എത്തിയത്. ഓക്കെ. അന്നത്തെ ഇതൊക്കെ നമ്മുടെ കേരളം ആദ്യമായിട്ടാണെന്ത് ഈ രഞ്ജി ട്രോഫി ഫൈനലിൽ വരെ എത്തിയത്. കപ്പടിക്കും എന്ന് കരുതിയിരുന്നു. ഫൈനലിൽ എത്തുന്ന ആദ്യമായിട്ടൊന്നും എനിക്കറിയില്ലേ കറക്റ്റ്. അപ്പോൾ ഈ പ്രാവശ്യം കപ്പടിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് കിട്ടിയില്ല. രഞ്ജി ട്രോഫി വിബർബയാണെന്ത് ഈ പ്രാവശ്യം സ്വന്തമാക്കിയത്. ഓക്കെ. ഇതിൻ്റെ അകത്ത് വേറൊന്ന് പഠിക്കേണ്ടത്, കൂടുതൽ റൺസ് നേടിയത് ആരാണെന്നാണ്. റാത്തോഡ് എന്നാണ് എഴുതി വെച്ചത്. റാത്തോഡ് എന്നാണ് നോക്കുക. ഓക്കെ. കൂടുതൽ റൺസ് റാത്തോഡ്. അതായത് റണ്ണിൻ്റെ റാ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. റാ. ഓക്കെ. റാത്തോഡ്. ഓക്കെ. ഇനി വിക്കറ്റ് നേടിയത് ഹർഷിത് ദുബെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ വിക്കറ്റ് അല്ലേ. അപ്പോൾ ദുബെ. അപ്പോൾ ഒരു ദുബൈ എന്നുണ്ടെങ്കിൽ ഒരു ദുബായ്ക്കാരനായിട്ടാണെന്ത് വിക്കറ്റ് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഹർഷിത് ദുബെ. അപ്പോൾ കൂടുതൽ റണ്ണ് റാത്തോഡ്, മറ്റേ വിക്കറ്റ് ദുബെ. ഓക്കെ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തോട്ടെ ഞാൻ. ഓക്കെ. ഇനി കൂടുതൽ ഉപഗ്രഹങ്ങൾ നിലവിൽ ശനിക്കാണെന്ത് കൂടുതൽ ഉപഗ്രഹങ്ങൾ. അപ്പോൾ 274 എത്ര ഉപഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ 274. അതിങ്ങനെ മാറി മാറി വരും, എന്നാലും ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ബുള്ളറ്റിനിലെ നമ്പറാണെന്ത് ഈ 274. അപ്പോൾ 74 എന്ന് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അത് തിരിച്ചിട്ട് 74 ആയില്ലേ. അപ്പോൾ 274 കൂടുതൽ ഉപഗ്രഹമുള്ളത് ശനിക്കാണ്. 274 ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ഒളിമ്പിക്സ് കമ്മിറ്റീൻ്റെ അധ്യക്ഷയായിട്ട് ക്രിസ്റ്റി കാവൻട്രി, ആദ്യ വനിതയാണെന്ത് ക്രിസ്റ്റി കാവൻട്രി. അതുപോലെ തന്നെ ആദ്യം ആഫ്രിക്കക്കാരിയും കൂടിയാണെന്ത് ക്രിസ്റ്റി കാവൻട്രി, അതായത് ഒളിമ്പിക്സ് കമ്മിറ്റീൻ്റെ വനിതയാകുന്നത്. അപ്പോൾ ഇത് എക്സൈസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ഹാപ്പിനെസ്സിൽ ഇന്ത്യ എത്രാമതാണ്, 118ാമത്. എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ 18 വയസ്സായിക്കണ്ടേ നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ. അതായത് നമ്മൾ പ്രായപൂർത്തിയായി, നമുക്ക് വോട്ട് ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ത്യ 118 കണക്ട് ചെയ്യാം. അപ്പോൾ ഹാപ്പിനെസ്സിൽ ഇന്ത്യ 118ാമത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതിൻ്റെ പേരാണിത് നക്ഷ. അതായത് നമ്മൾ നഗരങ്ങളിൽ പോയി
നമ്മളിപ്പോൾ നഗരങ്ങളിൽ പോകുന്നു, ബട്ട് അവിടെ എന്താ പറയണ്ടേ, നമുക്ക് അതായത് ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഭയങ്കര ഡിജിറ്റലായിരിക്കുന്നില്ല. അപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മുടെ അടുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മളോട് ചോദ്യം ചോദിക്കാൻ വരുന്നു. അതായത് ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുക്ക് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ കാണല്ലോ ഒരു പ്രാങ്ക് പോലെ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് നഗരങ്ങളിൽ പോയി പാർത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ല, ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നക്ഷത്രം എണ്ണി പോലെ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിൻ്റെ പേരാണത് നക്ഷ. ഓക്കെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് എവിടെയാണ്? ഹൈഡ്രജൻ ബസ്. ഓക്കെ, അത് കൊച്ചിയിലാണ്. എങ്ങനെ കണക്ട് ചെയ്യുക? ഹൈഡ്രജൻ ബസ് കൊച്ചി. അത് ഹൈഡ്രജൻ്റെ എച്ച് ഉണ്ട്, കൊച്ചിക്ക് KOCHI. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. BBC 2024 സ്പോർട്സ് വുമൺ ആരായിരുന്നു? മനു ബക്കറാണെന്ത് 2024 സ്പോർട്സ് വുമൺ മനു ബക്കറാണ് നോക്കുക. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഏത് നിലയിലാണ് പ്രശസ്തനായത് എന്ന് ചോദിച്ചാൽ ഗാനരചയിതാവാണെന്ത്? മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഗാനരചയിതാവാണെന്ന് ഓർക്കുക. ഓക്കെ, കിട്ടുമോ? മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചയിതാവ്. ഓക്കെ, ദെൻ ജോർജ് ഫോർമാൻ അദ്ദേഹം ബോക്സറായിരുന്നു അല്ലേ? അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കണേ. അദ്ദേഹം മരണപ്പെട്ടതാണ്. അപ്പോൾ ജോർജ് ഫോർമാൻ അപ്പോൾ ബോക്സർ, അപ്പോൾ ഫോർമാൻ. അപ്പോൾ മാൻസ് അധികം എന്ത് ചെയ്യും, ബോക്സിംഗ് ആണ് എന്നെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓർത്ത് വെക്കാം, ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി ചെസ്സിൽ വേൾഡ് ചാമ്പ്യനായ ബോറിസ് സ്പാസ്കി അദ്ദേഹം ഒന്ന് ഓർത്ത് വെക്കുക. ഇവരൊക്കെ മരണപ്പെട്ടതാണ്. അപ്പോൾ ബുള്ളറ്റിലെ പോയിൻ്റാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഓക്കെ, ബോറിസ് സ്പാസ്കി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചയിതാവ്. ജോർജ് ഫോർമാൻ അദ്ദേഹം ബോക്സറാണ്. ചെസ്സിൽ വേൾഡ് ചാമ്പ്യനായ ബോറിസ് സ്പാസ്കി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. PSCൻ്റെ ഒരു മ്യൂസിയം വരുന്നുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് മ്യൂസിയം വരുന്നത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ CM ആണെന്ന് ഓർക്കുക. ഓക്കെ, PSCൻ്റെ മ്യൂസിയം എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത്. PSCയുടെ മ്യൂസിയം വരുന്നത് തിരുവനന്തപുരത്ത്. ഹെഡൊക്കെ അവിടെയല്ലേ വരുന്നത്. അപ്പോൾ മ്യൂസിയം എന്തായാലും തിരുവനന്തപുരത്താണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് വെന്യൂ എവിടെയാണെന്ന് വെച്ചാൽ റിയാദിലാണ്. ഓക്കെ, അത് ഈയിടെയായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്തായാലും ഓർത്ത് വെക്കുക. 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് വെന്യൂ റിയാദ്. എങ്ങനെ പഠിക്കാം? ആദ്യമായിട്ട് നടക്കുന്നല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യണം? റിയാൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നോർക്കുക. ഓക്കെ, സൗദി റിയാലൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്താലാണ് എന്ത് ചെയ്യുക, ഈ വെന്യൂ നമുക്ക് അവിടെ ഒരു വെന്യൂ അനുഭവിച്ച് തരും. കോഡിന് വേണ്ടിയാണ്, വേറെ ഒന്നിനല്ലേ. അപ്പോൾ റിയാൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു വെന്യൂ കിട്ടും എന്നോർത്താൽ പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് വെന്യൂ റിയാദ്. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി കൊല്ലം മേയർ ആരാന്ന് വെച്ചാൽ ഒരു ഹണി എന്നാണ് പേര് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അതൊരു ക്വസ്റ്റ്യനാണ്, PSC ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫുൾ നെയിം എന്നോട് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇത് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ്റെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഏത് മന്ത്ലിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഏത് മന്ത്ലിയാണെന്ന്. ഓക്കെ, ഇനി അടുത്ത് PSC ബുള്ളറ്റിനാണ് 2025 തന്നെയാണ് കേട്ടോ ഈ നോക്കുന്നത്. ഇനി കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ആർക്കാണെന്ന് വെച്ചാൽ ഡോക്ടർ ലീലാവതിക്കാണെന്ന് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. അപ്പോൾ എങ്ങനെ പിടിക്കുക, ലിറ്ററസിയാണെന്ന് ഓർക്കുക. അതായത് എഴുത്തല്ലേ. അപ്പോൾ LR. അപ്പോൾ കടമനിട്ട ലീലാവതി L ഉണ്ട്, രാമകൃഷ്ണൻ R ഉണ്ട്. അപ്പോൾ ലിറ്ററസി LR. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ ലീലാവതി, അല്ലെങ്കിൽ LD എന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ലീലാവതി കിട്ടൂല്ലോ അല്ലേ, KL ഓർത്ത് വെക്കുക. ഓക്കെ, KL ഓർത്ത് വെച്ചാൽ കടമനിട്ട പുരസ്കാരം ലീലാവതി. ഓക്കെ, KL ഓർത്ത് വെക്കുക, കിട്ടുമല്ലോ. യെസ്, KL കടമനിട്ട പുരസ്കാരം ലീലാവതി. ഇങ്ങനെയൊക്കെ കോഡ് എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഡ് ഉപകാരപ്പെടുത്തുക, അല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, KL എന്നാണ് ഞാൻ കൊടുത്തു വെച്ചത്. കടമനിട്ട പുരസ്കാരം ലീലാവതി. ഓക്കെ, ദെൻ അടുത്ത മികച്ച കലക്ടർക്കുള്ള റവന്യൂ അവാർഡ് നേടിയത് എറണാകുളം ജില്ലാ കലക്ടർ ഉമേഷ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഉമേഷ് ഫുൾ നെയിം എന്തുകൊണ്ട്, ബട്ട് ഞാനിവിടെ ഉമേഷ് എന്ന് മാത്രമേ എഴുതിയുള്ളൂ. നിങ്ങൾ ബുള്ളറ്റിൽ നോക്കിയാൽ ഫുൾ നെയിം കിട്ടും കേട്ടോ. ഇനി ബുള്ളറ്റിൻ്റെ PDF എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് തരാം. ഓക്കെ, ഇനി മികച്ച കലക്ടർക്കുള്ള റവന്യൂ അവാർഡ് ഉമേഷാണ്, എറണാകുളം. ഓക്കെ, കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം KL എന്നാണ് ഞാൻ ഓർത്ത് വെച്ചത്. ലീലാവതി ഞാൻ റിവൈസ് ചെയ്യണേ. ഓക്കെ, ദെൻ കൊല്ലം മേയർ നേരത്തെ പറഞ്ഞു ഹണി, അതാണ് ഫുൾ നെയിം. നോക്കൂ, ഓർത്ത് വെക്കാം. ഓക്കെ, 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സിൻ്റെ വേദി എവിടെയാണെന്ന് വെച്ചാൽ
റിയാദ് ആണെന്ന് ഓർക്കുക. സൗദി അറേബ്യ റിയാദ്. റിയാൽ കൊടുത്താലാണ് വെന്യൂ കിട്ടും എന്ന് ഓർക്കുക. PSCൻ്റെ മ്യൂസിയം തിരുവനന്തപുരത്ത് വരുന്നു. ആര് ഉദ്ഘാടനം ചെയ്യുന്നു? CM ആണ് ഉദ്ഘാടനം. ഓക്കെ. ചെസ്സ് വേൾഡ് ചാമ്പ്യനായ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് ബോറിസ് പാസ്പാസ്കി. ഓക്കെ. ഇനി ജോർജ് ഫോർമാൻ, അദ്ദേഹം ഏത് നിലയിലാണ് പ്രശസ്തൻ? യെസ്, അദ്ദേഹം ബോക്സറായിരുന്നു. ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഇനി BBC 2024 സ്പോർട്സ് വുമൺ ആരാണെന്ന് വെച്ചാൽ മനു ബക്കറാണെന്ന് നോക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് എവിടെയാണ്? കൊച്ചി. ഓക്കെ. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നക്ഷത്രമെണ്ണും നക്ഷ. ഹാപ്പിനെസ്സിൽ കേരളം എത്രാമത്? ഇന്ത്യ എത്രാമത്? 118. ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷൻ ക്രിസ്റ്റി കാവൻഡ്രിക്. ഓക്കെ, അതൊക്കെ കിട്ടുമല്ലോ. ആഫ്രിക്കക്കാരിയാണെന്നൊക്കെ കിട്ടുമല്ലോ. കൂടുതൽ ഉപഗ്രഹങ്ങൾ ശനി കിട്ടുമല്ലോ. യെസ്. ഇനി രഞ്ജി ട്രോഫി ഏതിനാണ് കിട്ടിയ? രഞ്ജി ട്രോഫി. യെസ്, വിബർബ. ഓക്കെ. കൂടുതൽ റൺസ് റാത്തോഡ്. വിക്കറ്റ് ഹർഷിത് ദുബെ. ഓക്കെ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ. 3ാമത് കിരീടമാണ്. വെന്യൂ ദുബായ് ആണെന്ന് നോക്കുക. ദുബായിലും പാകിസ്ഥാനിലും വെച്ചാണ് നടന്നത്. ഇനി ഫൈനൽ നടന്ന് ദുബായ് നോക്കുക. ഓക്കെ. ന്യൂസിലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത് നോക്കുക. ഇന്ത്യയാണ് വിൻ ചെയ്തത് നോക്കുക. ഓക്കെ. 2025. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒറ്റ മിനിറ്റ്. അടുത്ത ബുള്ളറ്റിൽ വന്ന ക്വസ്റ്റ്യനാണ്, ഒന്ന് ഓർത്ത് നോക്കുക. ഇന്ത്യ വിസസ് അയർലൻഡ് മത്സരത്തിൽ, അതായത് ഇന്ത്യ വുമൻസ് ടീം ഉണ്ടാവില്ലേ, അപ്പോൾ അവർ തമ്മിലുള്ള മത്സരത്തിൽ 435 എന്ന് പറയുന്നൊരു ടോട്ടൽ എത്തിയിരുന്നു. അതായത് ഹയസ്റ്റ് ടോട്ടലാണത്. അതായത് പുരുഷന്മാരുടെ എടുത്താലും വനിതകളുടെ എടുത്താലും ഏകദിനത്തിലെ ഏറ്റവും ഹയസ്റ്റ് ടോട്ടലാണെന്ത്? ഈ 435, 435. ഓക്കെ. ആ റൺ എടുത്തത് നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ. അപ്പോൾ 304 റൺസിനാണ് അയർലൻഡിനെതിരെ ഇന്ത്യ വിൻ ചെയ്തത്. ഏറ്റവും വലിയ വിജയം കൂടിയാണെന്ത് ഇത് എന്ന് കൂടി ഒന്ന് ഓർത്ത് നോക്കുക. ഇന്ത്യ വിസസ് അയർലൻഡ് 435 റണ്ണ്. ഓക്കെ. ദെൻ അടുത്തത് ജോർജ് ഓവലിൻ്റെ ആദരമായി 75ാമത് ചരമവാർഷികത്തിൽ ബ്രിട്ടൻ 2 പൗണ്ട് നാണയം പുറത്തിറക്കി. ഓക്കെ. ജോർജ് ഓവലിന് ആദരമായി 75ാമത് ചരമവാർഷികത്തിൽ ബ്രിട്ടൻ എന്ത് ചെയ്തു? 2 പൗണ്ട് നാണയം പുറത്തിറക്കി. ഓക്കെ. അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അതായത് ഏത് രാജ്യമാണ് പുറത്തിറക്കിയതെന്ന് വെച്ചാൽ ബ്രിട്ടൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്തത്, പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുആൻ സുക്കിയോൾ. അദ്ദേഹത്തിന് യുഎൻ സുക്കിയോൾ എന്നോർത്ത് വെക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് കോഡൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും കോഡൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ UN സുക്കിയോൾ ആണ് അദ്ദേഹം, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് INS സൂറത്ത്, INS നീലഗിരി, INS വാക്ഷീർ. ഇതൊക്കെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു എന്ന് നോക്കുക. ഓക്കെ. ഇതിൻ്റെ അകത്ത് INS സൂറത്തും INS നീലഗിരിയും രണ്ടും എന്താണ്? യുദ്ധക്കപ്പലാണ്. ഓക്കെ. സൂറത്തും നീലഗിരിയും എന്താണ്? യുദ്ധക്കപ്പലാണ്. ഓക്കെ. സൂറത്തും നീലഗിരിയും. ഓക്കെ. യെസ്, അത് രണ്ടും എന്താണ്? യുദ്ധക്കപ്പലാണ്. അപ്പോൾ സൂറത്ത് നീലഗിരി. അപ്പോൾ രണ്ടും എന്താണ്? യുദ്ധക്കപ്പലാണെന്ന് നോക്കുക. ഓക്കെ. ദെൻ അറ്റ്ലീസ്റ്റ് യുദ്ധത്തിന് പോകുന്നതാണ് ആര്? ഈ സൂറത്ത് നീലഗിരി. അപ്പോൾ രണ്ടും ഒന്ന് ഒത്തു നോക്കുക. ഓക്കെ. കണക്ടിവിറ്റി കൊടുത്തു നോക്കുക. ഓക്കെ. ദെൻ അടുത്ത INS വാക്ഷീർ എന്ന് പറയുന്നത് അന്തർവാഹിനിയാന്ന് നോക്കുക. വാക്ഷീറിൻ്റെ വാഹിനിയുടെ വായും എടുത്താൽ വാഹിനി വാക്ഷീർ കിട്ടുമല്ലോ. യെസ്, അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ. INS വാക്ഷീർ എന്ന് പറയുന്നത് അന്തർവാഹിനിയാണ്. സൂറത്ത് നീലഗിരി എന്ന് പറയുന്നത് യുദ്ധക്കപ്പലാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇന്ത്യയുടെ ടാങ്ക് വേദ മിസൈലിൻ്റെ പേരാണെന്ത്? നാഗ്മാർക്ക്. ടാങ്ക് വേദ മിസൈൽ നാഗ്മാർക്ക്. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? ഒരു പഞ്ചോടെ പറഞ്ഞ് പഠിക്കുക. ടാങ്ക് വേദ മിസൈൽ നാഗ്മാർക്ക്. ഓക്കെ. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചാലും ഏകദേശം കിട്ടും കേട്ടോ. ഇനി അടുത്തത് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരുന്നു. പത്മവിഭൂഷൺ ആർക്കൊക്കെ കിട്ടിയത്? യെസ്, MT. പിന്നെ ദൂർ നാഗേശ്വർ റെഡ്ഡി. ദെൻ ജഗദീഷ് എന്നാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് ഒന്ന് നോക്കിയാണ്. എന്തായാലും ജഗദീഷ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഞാൻ ജസ്റ്റ് കിട്ടേണ്ടിയിട്ട് എഴുതി വെച്ചാണ് ഇതൊക്കെ. ഇനി കുബുദിനി രജനീകാന്ത്, ശാരദാ സുബ്രഹ്മണ്യൻ, പിന്നെ ഒസോമു സുസുക്കി. ഇത്രയും പേർക്കാണെന്ത്? ഈ ഇത്രയും പേർക്കല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും പേർക്ക് എന്ത് ചെയ്തി? പത്മവിഭൂഷൺ കിട്ടി. ഇപ്രാവശ്യത്തെ പത്മവിഭൂഷൺ കിട്ടി ഇത്ര പേരാണ്. ഇനി പത്മഭൂഷൺ എത്ര പേർക്ക് കിട്ടിയെന്ന് വെച്ചാൽ 19 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുള്ളറ്റിൽ കൊടുത്ത പേര് ഒന്ന് നമ്മുടെ PR ശ്രീജേഷ്, മലയാളിയായ PR ശ്രീജേഷ്. ഹോക്കിയിൽ ഇന്ത്യൻ ഗോൾ കീപ്പറായ, ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന, ഹോക്കിയിൽ മാന്ത്രികൻ
നമ്മുടെ ശരിക്കും എന്താണ് ഹോക്കിയിൽ നമുക്കൊരു അഭിമാനമായിട്ടുള്ള PR ശ്രീജേഷ്, ഹോക്കി മാന്ത്രികൻ ശരിക്ക് ധ്യാൻചന്ദാണ് കേട്ടോ, ഓർത്ത് വെക്കണേ. നമുക്കൊരു അഭിമാനമായ നമ്മുടെ കേരളീയരുടെ ആരാണ്, നമ്മുടെ PR ശ്രീജേഷ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തിട്ട് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഇനി ശോഭന, നടി ശോഭന, നമ്മുടെ ശോഭന ആക്ട്രസ്, അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അജിത്ത്, അജിത്ത്, തലനാട് തമിഴ്, എനിക്ക് അജിത്തിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അജിത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ദെൻ ജോസ് ചാക്കോ പെരിയപുരം, അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് അദ്ദേഹം. അപ്പോൾ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, അദ്ദേഹത്തിനും പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 19 പേർക്കാണ് കിട്ടിയത് എന്ന് ഓർത്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് PR ശ്രീജേഷിനെ ഓർക്കുക, ശോഭനനെ ഓർക്കുക, അജിത്തിനെ ഓർക്കുക, ജോസ് ചാക്കോ പെരിയപുരം. ഇതിനകത്ത് 2 പേര്, അതായത് ശോഭനാമയും അതേപോലെ തന്നെ അജിത്ത്, 2 പേര് സിനിമ ആയിട്ട് ഫീൽഡുമായിട്ട് ഇത് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നോക്കും കേട്ടോ, ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, PR ശ്രീജേഷ് കായികമാണ്. ദെൻ ജോസ് ചാക്കോ പെരിയപുരം, അദ്ദേഹം ശസ്ത്രക്രിയ, ഹൃദയ ശസ്ത്രക്രിയ ആയിട്ട് ബന്ധപ്പെട്ട, അതായത് ആരോഗ്യരംഗമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി പത്മശ്രീ എത്ര പേർക്കുണ്ടെന്ന് വെച്ചാൽ 113 പേർക്കുന്നുണ്ട് പത്മശ്രീ. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് IM വിജയൻ. ഓക്കെ, നമ്മുടെ കറുത്തമുത്ത്, കേരളീയരുടെ, നമ്മുടെ മലയാളികളുടെ കറുത്തമുത്ത് IM വിജയൻ, അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IM വിജയൻ 113 പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇനി പ്രേം നസീർ പുരസ്കാരം ഷീലക്ക്, അതൊന്ന് എങ്ങനെ കണക്ട് ചെയ്യുക? നസീർ സാറും ഷീലാമ്മയും 2 പേരും എല്ലാവരും ഒരേ രീതിയിലാണ്, എന്താ പറയുക, ആദ്യത്തെ ബെസ്റ്റ് പെയർ ആയിരുന്നില്ലേ അദ്ദേഹം, അവർ 2 പേരും. അപ്പോൾ നസീർ പുരസ്കാരം ഷീലക്ക്. ഓക്കെ, 2004 മികച്ച T20 താരം ആരാന്ന് വെച്ചാൽ അർഷദീപ് സിംഗ് ആണ്. ഓക്കെ, 2004 മികച്ച T20 താരം അദ്ദേഹം. IPL പഞ്ചാബ് ഒക്കെ കളിക്കുന്ന താരമാണ്. നല്ലൊരു കിടിലൻ ഫാസ്റ്റ് ബോളറാണ് കേട്ടോ അർഷദീപ് സിംഗ് ഒക്കെ. നമ്മളെന്ത് ചെയ്യുക, ഈ ക്രിക്കറ്റൊക്കെ കണ്ടുവരുന്ന ഈ നമ്മുടെ യൂത്തിന് എന്താണ്, അദ്ദേഹത്തിനൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യ കപ്പില്ലേ, ഇന്ത്യ വിസസ് പാകിസ്ഥാൻ, അതിനകത്ത് അർഷദീപ് സിംഗിൻ്റെ കുറേ മെമ്മൊക്കെ കുറേ വൈറലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട 2024 അത് വെച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്, 2024 T20 മികച്ച T20 താരം ആരാണെന്ന് വെച്ചാൽ അർഷദീപ് സിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഡേവിഡ് ലിഞ്ച് എന്ന് പറയുന്ന അദ്ദേഹം ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട, അദ്ദേഹം ഹോളിവുഡ് സിനിമ സംവിധായകൻ, എഴുത്തുകാരൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കാൻ കഴിയാൻ വേണ്ടി ISR വിക്ഷേപിച്ചാണെന്ത്, വികാസ് ലിക്വിഡ് എൻജിൻ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി S ഗുപ്തൻ നായർ പുരസ്കാരം SK വസന്തൻ, എങ്ങനെ കണക്ട് ചെയ്യുക? SS. ഓക്കെ, SS ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും, അത് കിട്ടും. S ഗുപ്തൻ നായർ പുരസ്കാരം SK വസന്തൻ. ഓക്കെ, ഇനി ഇങ്ങനെ എനിക്ക് PSC എക്സാമിനൊക്കെ പഠിക്കുന്ന നേരത്ത് ഇങ്ങനെ എസ് എന്നെല്ലാം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ലോട്ടറീൻ്റെ ഒക്കെ കേൾക്കാറുണ്ടോ നിങ്ങൾ? SS മണിയൻ ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ടറീൻ്റെ ഒക്കെ. എനിക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നില്ല, എൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ഒക്കെ വന്നിട്ട് പിന്നെ ലോട്ടറീൻ്റെ പറയുകയെ പോവും, നാളത്തെ കേരള അങ്ങനത്തെ ആ ഒരു ഇതിൻ്റെ അകത്തായി പോവും. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, S ഗുപ്തൻ നായർ പുരസ്കാരം SK വസന്തൻ. ഓക്കെ, ഇനി അടുത്തത് R1 ചിലവ് കുറഞ്ഞ AI മോഡൽ വികസിപ്പിച്ച ഡീപ് സീക്ക് ആണെന്ന് നോക്കുക. ഓക്കെ, ഡീപ് സീക്ക് ആണത് R1 എന്ന് പറയുന്ന ചിലവ് കുറഞ്ഞ AI മോഡൽ. ഓക്കെ, R1 എന്ന് പറയുന്ന ചിലവ് കുറഞ്ഞ AI മോഡൽ വികസിപ്പിച്ചത് ഡീപ് സീക്ക്. ഓക്കെ, ഡീപ് സീക്ക്. ഓക്കെ, R1 എന്ന് പറയുന്നത് എന്താണ്, ചിലവ് കുറഞ്ഞ AI മോഡലാണ്. അതായത് R1 എന്ന് പറയുമ്പോൾ നമുക്ക് രോഹിത് ശർമ്മേനായിട്ട് ഓർക്കുക. ഓക്കെ, രോഹിത് ശർമ്മേനെ ഓർക്കുക. ഓക്കെ, രോഹിത് മാൻ. ഓക്കെ, അദ്ദേഹം ഡീപ് സീക്ക്. അപ്പോൾ ഡീപ് സീക്ക് അവരാണെന്ത്, ഈ രോഹിത് ശർമ്മേൻ്റെ ഒരു ചിലവ് കുറഞ്ഞ ഒരു AI മോഡൽ, അതായത് വികസിപ്പിച്ചതെന്നാണ്. അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, R1 ചിലവ് കുറഞ്ഞ ഒരു AI മോഡൽ വികസിപ്പിച്ച ഡീപ് സീക്കാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ICC 2024 മികച്ച ടെസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ബുംറയാണ്, ബുംറ. ഓക്കെ, ഇനി ICC ഏകദിനത്തിൽ വനിത ഇതിൻ്റെ അകത്ത് ആരാണെന്ന് വെച്ചാൽ സ്മൃതി മന്ദാനിയാണെന്ത്, അത് നോക്കുക. ICC 2024 മികച്ച ടെസ്റ്റ് ബുംറയും വനിത ഏകദിനങ്ങളിൽ സ്മൃതി മന്ദാനിയാണെന്ന് ഓർക്കണേ. ഇനി നേരത്തെ പറഞ്ഞു T20 അർഷദീപ് സിംഗ് ആണെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ 19 വേൾഡ് കപ്പ് എവിടെ വെച്ച് നടന്നു? കോലാലംപൂരിൽ വെച്ച് നടന്നു. ഇനി അതിൻ്റെ അകത്ത് ഹാട്രിക് നേടിയ ഇന്ത്യയുടെ ഒരു വനിതാ താരം ഉണ്ടായിരുന്നു. ആരാണത്? വൈഷ്ണവിയാണെന്ന് നോക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വൈഷ്ണവിക്ക് ഹാട്രിക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഹാട്രിക് അങ്ങനെ ഒരു റെക്കോർഡുണ്ട്, അതുകൊണ്ടാണ് അത് ബുള്ളറ്റിനകത്ത് വന്നത്. ഓക്കെ, ഇനി അടുത്ത്
ഗിന്നസ്. ഓക്കെ, ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ വുമണിൽ ആറ് കിട്ടിയതെന്ന് വെച്ചാൽ മാഡിസൺ കെയ്സിനാണ് ഇത് കിട്ടിയത്. ഓക്കെ, മാഡിസൺ കെയ്സ്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓക്കെ, എങ്ങനെ ഓർത്ത് വെക്കാമെന്ന് വെച്ചാൽ മാഡിസൺ കെയ്സ്. അപ്പോൾ കേസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഫോൺ കേസ് അങ്ങനെ എന്തായിട്ട് ഓർത്ത് വെക്കുക. ഇപ്രാവശ്യം ഫോണിൻ്റെ കേസിനാണ് അങ്ങനെ അല്ല, മാഡിസൺ കേസ് ഓർത്ത് വെക്കുക. മാഡി എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് തമിഴ്നാട് ഉണ്ടായിരുന്നൊരു നമ്മുടെ ഈ നമ്പിനാരായൺ മൂവിയിലൊക്കെ അഭിനയിച്ച മാധവനില്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ മാഡി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇപ്രാവശ്യം കിട്ടിയത് മാധവനാണെന്ന് ഓർക്കാം, മാഡി. അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും, മാഡിസൺ കേസ് വനിതയാണ് പറഞ്ഞത്, വുമൺ. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ആര്യാന സബലങ്കയ്ക്ക് ആയിരുന്നു കിട്ടിയിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ആര്യാന സബലങ്കയായിരുന്നു. ഓക്കെ, ഇനി ഇപ്രാവശ്യം മാഡിസൺ കേസാണെന്ന് ഓർത്ത് നോക്കുക, വുമൺ. ഇനി മെൻസിൽ യാനിക് സിന്നറാണെന്ന് നോക്കുക, യാനിക് സിന്നർ. ഓക്കെ, കേസ് എന്ന് ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും, കേസ് എന്ന് ഓർത്ത് വെച്ചാൽ കേസിൻ്റെ മാഡിസൺ കേസും കിട്ടും, വെച്ചിട്ട് യാനിക് സിന്നറും കിട്ടും. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെവി കൊണ്ട് കേട്ട് ഒരു ചെവി കൊണ്ട് വിട്ടെടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹിരാകാശത്തിന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഡോങ്കിങ് എന്ന് പറയുന്നൊരിതുണ്ട്. അതായത് ബഹിരാകാശത്തിൽ ഇത് ഉപഗ്രഹങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4ാമത്തെ രാജ്യമാണ് എന്ത്, ഇന്ത്യ അതിൽ 4ാമത്തെ രാജ്യമാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ് ഇവരെയൊക്കെ ഒരേ നിരയിൽ കണ്ടത് ജനുവരി 25 നോക്കുക, റിപ്പബ്ലിക്കിൻ്റെ തലേന്ന്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ച് വെക്ക്. ഓക്കെ, ജനുവരി 25. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നെഗറ്റീവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് എന്നോട് ക്ഷമിക്കണം. കാരണം വെച്ചാൽ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണോ അത് അതേപോലെ റെക്കോർഡ് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. ഇത് ഞാൻ ബുള്ളറ്റിൻ പോയിൻ്റാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് കേട്ട് ബുള്ളറ്റിനിലെ നോട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യും, മനസ്സിലായിക്കോളും, കത്തിക്കോളും. ഇത് അവിടെ നിന്ന് അന്ന് കേട്ടിരുന്നല്ലോ ഈ പോയിൻ്റ് ഒന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ പോയിൻ്റോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് നിങ്ങളും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെയാണ്, പക്കാ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജനുവരി 25 നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഡോക്ടർ KM ചെറിയാൻ, അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ശസ്ത്രക്രിയയൊക്കെ നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. ഡോക്ടർ KM ചെറിയാൻ, അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KM ചെറിയാൻ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കും, PSC എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, അണ്ടർ 90 സെഞ്ചുറി നേടുന്നത് തൃശ്ശിയാണെന്ന് നോക്കുക. ഓക്കെ, അണ്ടർ 90 നേരത്തെ പറഞ്ഞു, ഹാട്രിക് കിട്ടിയത് ദേവികയാണെന്ന് പറഞ്ഞു. ഇനി തൃശ്ശക്കാണ് ഇത് കിട്ടിയത്. ന്യൂ ഗ്ലെന്നി എന്ന് പറയുന്ന റോക്കറ്റ് ജെഫ് ബസോസിൻ്റെ നേതൃത്വത്തിലാണെന്ത്, ന്യൂ ഗ്ലെന്നി റോക്കറ്റ് വിക്ഷേപിച്ചത് ജെഫ് ബസോസിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കുക. ഓക്കെ, ന്യൂ ഗ്ലെന്നി ജെഫ് ബസോസ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് നവരത്ന പദവി കൊടുത്തിരുന്നു റെയിൽവേന് 2. ഒന്ന് റെയിൽവേ കാറ്ററിംഗ് കോർപ്പറേഷനും ഒന്ന് റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും. അതായത് അതെങ്ങനെ കൂടി ഇത് പഠിക്കാമെന്ന് വെച്ചാൽ, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന 2 പേര് എന്ത് ചെയ്തു, ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാറ്ററിങ്ങിന് പോയി എന്നോർത്താൽ എന്ത് കിട്ടും, അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, നവരത്ന പദവി കിട്ടി എന്നോർക്കുക. ഓക്കെ, ജസ്റ്റ് കോഡിന് വേണ്ടി മാത്രമാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന 2 പേരാണ്, അവർക്ക് ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, കാറ്ററിങ്ങിന് പോയി എന്നോർത്താൽ നവരത്ന പദവി കിട്ടിയത് റെയിൽവേ കാറ്റഗറി കോർപ്പറേഷനും റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും. റെയിൽവേ കാറ്ററിംഗ് കോർപ്പറേഷനും റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും. ഒന്നുകൂടി പറ, റെയിൽവേ കാറ്ററിംഗ് കോർപ്പറേഷൻ, റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഒന്നുകൂടി പറ, റെയിൽവേ കാറ്ററിംഗ് കോർപ്പറേഷൻ, റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, റെയിൽവേ കാറ്ററിംഗ് കോർപ്പറേഷൻ, റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, റെയിൽവേ കാറ്ററിംഗ് കോർപ്പറേഷൻ, റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTCയിൽ സൗജന്യ യാത്ര നൽകിയത് തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഏതാണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്? ഏതാണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്? ഏതാണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്? തൃപ്പങ്ങോട് പഞ്ചായത്ത്, തൃപ്പങ്ങോട്ട് പഞ്ചായത്ത്, തൃപ്പങ്ങോട്ട് പഞ്ചായത്ത്, തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഓക്കെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ട് എന്ത് ചെയ്തു, ഇത് യാത്ര, അത് തൃപ്പങ്ങോട് പഞ്ചായത്ത് എന്ന് നോക്കുക. അപ്പോൾ തൃപ്പങ്ങോട് സൗജന്യം. ഓക്കെ, കേന്ദ്രത്തിലെ ലോ സെക്രട്ടേറിയറ്റ് നിയമിച്ചാണെന്ന് വെച്ചാൽ അഞ്ജു രതി റാണി. ഓക്കെ, അഞ്ചു എന്ന് വെച്ചാൽ കണക്ട് ചെയ്താൽ കിട്ടിക്കോളും കേട്ടോ. ഇനി സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങളുടെ രാജ്യത്തെ സംസ്ഥാനം അസം. അപ്പോൾ അസം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ അക്ഷരമല്ലേ A. അപ്പോൾ
സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങൾക്ക് തുടങ്ങേണ്ട എ വെച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് തുടങ്ങാമെന്ന് പറഞ്ഞത്. അത് ആദ്യത്തെ അക്ഷരം എ വരുന്നുണ്ട്. അപ്പോൾ അസമാണത് തുടങ്ങിയെന്ന് ഓർക്കും. ഓക്കെ, അടുത്ത മഹാത്മാ ഗുരു ശിവഗിരി സന്ദർശനത്തിന് 100ാമത് വാർഷികം ആഘോഷിച്ചു. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സന്ദർശനത്തിൻ്റെ 100ാമത് വാർഷികം 2025 100ാമത് വാർഷികം എന്ന് ഓർക്കുക. 2024 ഓക്കെ, അത് 100ാമത് വാർഷികം എന്ന് ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. അതും ഓർത്ത് വെക്കുക. 100ാമത് വാർഷികം. ഓക്കെ, ഇനി അടുത്തത് ഫിഡെ അണ്ടർ-20 ജേതാവ് ഇത് ലോക ജൂനിയർ ചെസ് കിരീടം കിട്ടിയതാർക്കെന്ന് വെച്ചാൽ പ്രണവ് എന്ന് ഓർത്ത് വെക്കുക. പ്രണവ് മോഹൻലാലെന്നോ അല്ലെങ്കിൽ പ്രണവ് എന്നോ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി 59ാമത് ജ്ഞാനപീഠം വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. ഓക്കെ, 59ാം ജ്ഞാനപീഠം ഓക്കെ അദ്ദേഹം കിട്ടിയതാർക്കെന്ന് വെച്ചാൽ വിനോദ് കുമാർ ശുക്ലയാണെന്ന് ഓർക്കുക. ഛത്തീസ്ഗഡ് എന്ന് നോക്കുക. ഓക്കെ, എത്രാമതാണ്? 59ാമതാണ്. ഓക്കെ, ഇതിനടുത്ത് ആകാശഗംഗയെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് വേണ്ടിയിട്ട് സ്റ്റിയറക്സ് എന്ന് പറയുന്ന ദൂരദർശിനി വിക്ഷേപിച്ചത് ആരാണ്? നാസ. ഓക്കെ, ആകാശഗംഗയെക്കുറിച്ച് പഠിക്കാൻ സ്റ്റിയറക്സ് എന്ന് പറയുന്നത് നാസയാണ് നോക്കുക. ആകാശഗംഗയെക്കുറിച്ച് പഠിക്കാൻ നാസ, സ്റ്റിയറക്സ്. ഓക്കെ, അടുത്ത 37ാമത് തപാൽ കലാമേള വിൻ ചെയ്തത് കേരളമാണെന്ന് നോക്കുക. ഓക്കെ, തപാൽ കലാമേള 37ാമത് ഓക്കെ വിൻ ചെയ്ത ആരാണ്? കേരളം. 37ാമത് തപാൽ കലാമേള വിൻ ചെയ്തത് കേരളം. എങ്ങനെ പിടിക്കുക? തപാൽ എന്നോർക്കുമ്പോൾ കേരളത്തിൻ്റെ ലാൻഡ് അല്ലേ, അപ്പോൾ രണ്ടും ലാല എന്നോർത്ത് വെച്ചേക്കുക. തപാൽ കേരളം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? അത് കിട്ടിക്കോളൂ. ഓക്കെ, 37ാമത് തപാൽ കലാമേള വിൻ ചെയ്ത ആരാന്ന് വെച്ചാൽ കേരളം. 37ാമത് തപാൽ കലാമേള വിൻ ചെയ്ത ആരാണ്? കേരളം. 37ാമത് തപാൽ കേരളം എന്നോർത്താൽ എന്ത് കിട്ടും? അത് കിട്ടും. ഓക്കെ, തപാൽ കേരളം എന്നോർത്താൽ എന്ത് കിട്ടും? അത് കിട്ടും. 37ാമത് തപാൽ കലാമേള കിട്ടിയത് കേരളം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 58ാമത് കടുവ സങ്കേതം എവിടെ? മാധവ് ദേശീയോദ്യാനം എവിടെയാണ്? മധ്യപ്രദേശ്. മാധവ് മധ്യ എന്നോർത്താൽ എന്ത് കിട്ടും? അത് കിട്ടും. 58ാമത് നോക്കുക. 58 മാധവ് മധ്യ. ഓക്കെ, ഇനി അടുത്തത് കാനഡേൻ്റെ PM ആരാന്ന് വെച്ചാൽ മാർക്ക് കാർണിവൽ. ഓക്കെ, കാനഡ കാർണിവൽ. ഓക്കെ, മാർക്ക് കാർണിവലാണ് നോക്കുക കാനഡേൻ്റെ പ്രധാനമന്ത്രി. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. UK പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച തെലുങ്ക് സിനിമാ നടൻ ചിരഞ്ജീവിയാണ് നോക്കുക. UK പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരം ചിരഞ്ജീവി. ഇനി 2021-22 സർവകലാശാല ONV പുരസ്കാരം, കേരള സർവകലാശാല ONV പുരസ്കാരം MK സാനു M മുകുന്ദൻ. ഓക്കെ, യെസ്, MK സാനു M മുകുന്ദൻ. ഓക്കെ, MK സാനു M മുകുന്ദൻ എന്ത് കേരള സർവകലാശാല. ഓക്കെ, പുരസ്കാരം ഏത്? ONV പുരസ്കാരം. ബുള്ളറ്റിന് പോയിൻ്റാണ് ഇതൊക്കെ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൽഡിംഗ് മെഷീൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൽഡിംഗ് മെഷീൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം. ഓക്കെ, വായു മലിനീകരണത്തിൽ 5ാം സ്ഥാനം എന്താണ്? ഇന്ത്യക്ക്. അതായത് വായു മലിനീകരണം ഇതിൻ്റെ അത് 5ാം സ്ഥാനം രാജ്യം ഇന്ത്യയാണെന്ന് നോക്കുക. 1ാമത് ചാടാണെന്ന് നോക്കുക. ചാട്. അപ്പോൾ ഇന്ത്യ എത്രാമതാണ്? 5ാമത്. വായു മലിനീകരണത്തിൽ ഇന്ത്യ 5ാമത്. ഓക്കെ, ഇന്ത്യ 5ാമത്. ഓക്കെ, ഇന്ത്യ 5ാമത്. ഓക്കെ, ഇതിനടുത്ത് 2025 പുരുഷ വനിതാ കബഡി വേദി എവിടെയാണ്? ഇംഗ്ലണ്ട്. പുരുഷ വനിതാ കബഡി വേദി 2025 പുരുഷ വനിതാ കബഡി വേദി എവിടെയാണ്? ഇംഗ്ലണ്ട്. അപ്പോൾ കബഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വെച്ച് കണക്കാന്ന് വെച്ചാൽ മുമ്പ് നമ്മുടെ ഭരിച്ചത് ബ്രിട്ടീഷുകാരല്ലേ. അപ്പോൾ അവരൊരു കബഡി മൽപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് 2025 അവിടെ വെച്ച് എന്ത് ചെയ്യണം? ഒരു കബഡി മത്സരമൊക്കെ വെക്കുന്നതാണ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, 2025 പക്ഷേ എന്തൊക്കെയുണ്ട് ഇനിയിപ്പോൾ കുറേ വെന്യൂസ് നമുക്ക് പഠിക്കാനല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, കബഡി മത്സരം ഒരു മൽപ്പിടുത്തം ആണ് നോക്കുക. 2025 എവിടെ വെച്ചിട്ടാണ്? ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് നോക്കുക. ബ്രിട്ടീഷ് എന്നൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? അങ്ങനെ കിട്ടും. ഓക്കെ, വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് NSS പദ്ധതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിദ്യാഭ്യാസ വകുപ്പും NSSഉം നാഷണൽ സർവീസ് സ്കീമും നടപ്പിലാക്കുന്ന പദ്ധതിൻ്റെ പേരാണെന്ത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒരു സിനിമയില്ലേ മോഹൻലാലും സംയുക്ത വർമ്മയുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയില്ലേ അനൂപ് മേനോനുള്ള? യെസ്, അതെല്ലാം എല്ലാവർക്കും ഓർമ്മ ഉണ്ട്. മഴനീർത്തുള്ളികൾ എന്ന് പറയുന്ന പാട്ടുള്ള. ഓക്കെ, അതായത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പും NSSൻ്റെ പദ്ധതിയാണത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓർത്ത് നോക്കുക. ഇനി ലഹരി വ്യാപാരം തടയാൻ വേണ്ടിയിട്ട് എക്സൈസിൻ്റെതാണത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ലഹരി വ്യാപാരം തടയാൻ വേണ്ടിയിട്ട് എക്സൈസിൻ്റെ ആണത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്.
ലഹരി വ്യാപാരം തടയാൻ എക്സൈസ് ആണത് ക്ലീൻ സ്ലേറ്റ്, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. അപ്പോൾ ലഹരി വ്യാപാരം തടയാൻ വേണ്ടി എക്സൈസ് സ്ലേറ്റിലാണെന്ത് നോട്ട് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, എക്സൈസ് സ്ലേറ്റ്. അപ്പോൾ സ്ലേറ്റിലാണ് നോട്ട് ചെയ്യുന്നത് ഓർത്താൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ ലഹരി വേട്ടയ്ക്ക് AI ഉപയോഗിച്ചത് അതായത് കേരളമാണെന്ന് നോക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചത് സ്റ്റേറ്റ് കേരളം. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കേരളമാണ് ഇന്ത്യ ഓർക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഒരു 30 മിനിറ്റ് ഞാൻ കുറച്ച് പോയിൻ്റ് തന്നു. അപ്പോൾ ഇതുവരെ എല്ലാവരും ഇത്ര ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.